വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വയ്ക്കാം. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും. കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും റെഡിയായി. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് റവ എടുക്കാം. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര നമുക്ക് ഈ മിക്സിയിലെ ജാറിലോട്ട് ഇടാം. 1/2 സ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നും നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് പൊടിച്ചൊന്നും പോണ്ട, നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പൊടിച്ചെടുത്തതിന് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ച മാങ്ങ മിക്സിയിലിട്ട് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. നല്ലതുപോലെ അടിച്ചെടുത്ത മാങ്ങ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റാം. നല്ലതുപോലെ പഴുത്ത 2 പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രൂട്ടല്ല നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നമുക്ക് മിക്സും കൂടെ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴേ, നല്ല സൂപ്പറാണ്. പാഷൻ ഫ്രൂട്ടിന് ഒടുക്കലത്തെ മണം തന്നെ കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടല്ല, എൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് ചേച്ചിയുടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുത്ത മാങ്ങയിലോട്ട് കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടയെല്ലാം പോകണം. ഇത് മധുരം കുറവാണെങ്കിൽ കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ അധികം മധുരം വേണമെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യണം സെപ്പറേറ്റ്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഇതാ ഈ സ്പൂൺ കണ്ട 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുക്കണം. എന്നിട്ട് ഇതിനകത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് പൗഡർ ഇട്ടാൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്ത് ഒരല്പം പൊടിച്ച് വെച്ച മാവും കൂടെ ചേർത്ത് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്ന അതിൻ്റെ പശപ്പ് പോകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് പിസ്ത, നമ്മുടെ കയ്യിലുള്ളതൊക്കെ നട്ട്സ് എല്ലാം എടുക്കുക. ഇനി കുറച്ച് ബദാമും കുറച്ച് വാൾനട്ടൊക്കെ ഇട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. ഈ മിക്സിലോട്ട് നമുക്ക് കുറേശ്ശെ ഡ്യൂട്ടി ഫ്രൂട്ടി ഇടണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയും കാഷ്യൂനട്ടും ബദാമും കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ എടുക്കുന്ന ബട്ടർ മിൽക്കി മിസ്റ്റാണ് കേട്ടോ. ഈ 100 ഗ്രാം ബട്ടറാണ്. ഇതിനെ നമുക്ക് പാനിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് ബട്ടറും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. 3 സ്പൂൺ ബട്ടർ മാത്രം ഇതിനകത്ത് ചേർത്താൽ മതി. നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ബട്ടറോ ഓയിലോ അതുപോലെ നെയ്യോ എന്ത് വേണോ നമുക്ക് കുറച്ചൊഴിച്ച് നല്ലതുപോലെ തേച്ച് ബട്ടർ പേപ്പർ വെച്ച് നമ്മളെ മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിക്കാം. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞ് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ടിട്ട് ഇനി ഒരു 30 മിനിറ്റ് നമുക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് കേക്ക് എടുക്കാം. നമ്മളെ കേക്ക് വേറൊരു പാത്രത്തിലോട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇതാ കേക്ക് തിരിച്ച് വെച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു
5 മിനിറ്റ് തണുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ കേക്ക് നല്ലോണം വെന്ത് കഴിഞ്ഞ് കേട്ടോ ഗൈസ്. നമ്മൾ കേക്കിൻ്റെ ചൂടെല്ലാം പോയി. നമ്മൾ കേക്ക് ഇവിടെ സെറ്റായി കഴിഞ്ഞു ഗൈസ്. എത്ര ഭംഗിയുണ്ടെന്ന് നോക്കിയേ. ഒരു കെമിക്കലും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമ്മളുണ്ടാക്കിയ കേക്കാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് ആവശ്യം പോലെ കഴിക്കാൻ കൊടുക്കാം, ഒരു കുഴപ്പവുമില്ല. ഞാൻ ഈ ഉണ്ടാക്കിയതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. കഴിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ നിങ്ങൾ ഒരു വട്ടം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതിൽ ഒരു കളറും ചേർത്തിട്ടില്ല. നമ്മുടെ മാമ്പഴത്തിൻ്റെ കളർ ഒട്ടും തന്നെ ചോർന്ന് പോകാതെ എത്ര നല്ല കളറോടുകൂടി ഒത്തുന്ന് നോക്കി. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.